തെക്കൻ ഇസ്രായേലിലെ യെയിലത്ത് നഗരത്തിൽ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം. ചെങ്കടൽ തീരത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് യെയിലത്ത്. ഡ്രോൺ ആക്രമണത്തിൽ 20-ലധികം പേർക്ക് പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ 60ഉം 26ഉം വയസ്സുള്ള 2 പുരുഷന്മാരുടെ നില ഗുരുതരമാണെന്നും മറ്റുള്ളവരുടെ പരിക്കുകൾ നിസ്സാരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റവരെ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകളിൽ ബിർഷബയിലെ സൊറോക്ക മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും എയിലത്തിലെ മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണെന്നും ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്താണ് ഡ്രോൺ എയിലത്തിലെത്തിയത്. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ആക്രമണം. ഒരു ഷോപ്പിംഗ് ഏരിയയിലെ ഹോട്ടലിന് സമീപം ഡ്രോൺ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഡ്രോണിനെ തടയാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു. 2 അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഡ്രോണിന് നേരെ തൊടുത്തുവിട്ടതായും സൈന്യം അറിയിച്ചു. അതേസമയം ആക്രമണ മുന്നറിയിപ്പ് നൽകി സൈറനുകൾ മുഴങ്ങിയതായി സൈന്യം പറഞ്ഞു. ഡ്രോണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതിന്റെ അമ്പരപ്പിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന. വ്യോമസേനയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഡ്രോൺ വൈകിയാണ് കണ്ടെത്തിയതെന്നും എന്നിട്ടും സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി സൈറനുകൾ മുഴക്കിയെന്നും പറയുന്നു. ഡ്രോൺ വെടിവയ്ക്കാൻ അയൺ ഡോമിന് കഴിയാത്തത് അത് താഴ്ന്നു പറന്നതുകൊണ്ടാവുമെന്നാണ് IDFന്റെ നിഗമനം. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരുകയാണെന്നും സൈന്യം അറിയിച്ചു. ഡ്രോൺ കണ്ടെത്താൻ വൈകിയതിനാൽ ഡ്രോണിനെ വെടിവയ്ക്കാൻ ഹെലികോപ്റ്ററുകളോ യുദ്ധവിമാനങ്ങളോ അയക്കാൻ IDFന് സമയം കിട്ടിയില്ലെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഡ്രോണിനെ പ്രതിരോധിക്കാൻ കഴിയാത്തതിനെക്കുറിച്ച് അന്വേഷിക്കും, പോരായ്മകൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യും. അധികൃതരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ നഗരത്തിനെതിരായ ഹൂതികളുടെ 2ാമത്തെ വിജയകരമായ ആക്രമണമാണിത്. ഈ സാഹചര്യത്തിൽ വ്യോമപ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിന് പുറമെ ഡ്രോണുകളുടെ ഉറവിടം തടയുന്നതിലും വ്യോമസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സൈന്യം അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് ഹൂതികൾ ഏറ്റെടുത്തു. ഏലത്തിലെ 2 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. 2ാമത്തെ ഡ്രോൺ ഇസ്രായേലിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടതായും ഹൂതികൾ വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എത്തി. ആക്രമണത്തിന് ഉത്തരവാദികളായ ഹൂതികൾക്ക് തിരിച്ചടി നൽകും. ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക് 7 മടങ്ങായി തിരിച്ചടി നൽകുമെന്നും കാറ്റ്സ് പറഞ്ഞു.